കോഴിക്കോട് താമരശ്ശേരിയിൽ അതിഥി തൊഴിലാളിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ പ്രതിപിടിയിൽ. നിലമ്പൂർ സ്വദേശി ബിനുവാണ് അറസ്റ്റിലായത്. പശ്ചിമബംഗാൾ സ്വദേശിയെ അതിഥി തൊഴിലാളിയെ ഇന്നലെ രാത്രിയോടെ പോലീസ് മോചിപ്പിച്ചു. തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയതിൽ ദുരൂഹതയുണ്ട്. പ്രതിയുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വി എസ് രഞ്ജിത്ത് ചേരുന്നു. വി എസ് രഞ്ജിത്ത്, അടിമുടി ദുരൂഹതയാണല്ലോ, എന്താ സംഭവം? വി എസ് രഞ്ജിത്ത്, കേൾക്കാമെങ്കിൽ ഈ അടിമുടി ദുരൂഹതയാണല്ലോ ഈ കേസിൽ. നിലമ്പൂർ സ്വദേശി ബിനുവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിഥി തൊഴിലാളിയാണ് തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. എന്തിനു വേണ്ടി കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? എന്തിനു വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത്. താമരശ്ശേരി PC മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബംഗാൾ സ്വദേശിയായിട്ടുള്ള വ്യക്തി താമസിക്കുന്നത്. അവിടെ വെച്ച് അവിടുന്ന് തോക്ക് ചുണ്ടി മുഖവും അതുപോലെ തന്നെ ഒക്കെ ബന്ദിയാക്കി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പ്രതിയായിട്ടുള്ളത് നിലമ്പൂർ തുണ്ടുപാറയ്ക്കൽ ബിനു. ഈ ബിനു നേരത്തെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പോക്സോ കേസ് ഉൾപ്പെടെ ബിനുവിന്റെ പേരിൽ ഉണ്ട്. ഈ ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് ഒരു ബാറിലേക്കാണെന്നും അവിടുന്ന് മദ്യപിക്കാൻ നിർബന്ധിച്ചു എന്നൊക്കെ നാജിമി ആലം എന്ന് പറയുന്ന 19കാരൻ പറയുന്നുണ്ട്. രാവിലെ 7:30 ഈ കൊണ്ടുപോയത്. ക്വാർട്ടേഴ്സ് വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് കുറെ പണവുമായി ഒരു സ്ത്രീയെ കാണാൻ പോയി. ആ പണം സ്ത്രീയെ ഏൽപ്പിച്ചു. അതിനുശേഷം മദ്യപിക്കാൻ നിർബന്ധിച്ചു. അതിനുശേഷം അതേ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കൈയും മുഖവും ഒക്കെ കെട്ടി ഒരു മൂലക്കിലേക്ക് ഇട്ടു. ഒരു മുറിയുടെ മൂലക്കിലേക്ക് ഇട്ടു എന്നാ പറയുന്നത്. അവിടെ വെച്ച് ഈ പ്രതി തന്നെ ഈ പറയുന്ന ബംഗാൾ സ്വദേശി നാജിം ആലം തന്നെ തന്റെ മൊബൈൽ ഫോണിലേക്ക് ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് കാലുകൊണ്ട് പ്രസ് ചെയ്ത് അയച്ചു കൊടുക്കുകയും അങ്ങനെ സുഹൃത്തുക്കൾ ആ ലൊക്കേഷൻ തപ്പി സ്പോട്ടിലെത്തുകയും പോലീസിനെ വിളിച്ചാണ് നാജിം ആലത്തെ അവിടുന്ന് മോചിപ്പിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ബിനുവിനെ പിടികൂടുകയും ചെയ്തു. ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ നജീം ആലത്തെ തട്ടിക്കൊണ്ടുപോയത്, അവിടെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത്, എന്തിനാണ് അവിടെ കെട്ടിയിട്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഈ ബിനുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.